മത്സ്യകൃഷിയോട് താൽപ്പര്യമുണ്ടെങ്കിലും അത് ചെയ്യാൻ സാധ്യമായ സ്ഥല സൗകര്യമില്ലാത്തവർക്കായി പുതിയ കൃഷിരീതിയെ വിശദീകരിക്കുകയാണ് ഫിഷറീസ് വകുപ്പിന്റെ സ്റ്റാൾ. പങ്കേഷ്യസ് കൃഷി, അക്വാകൾച്ചറൽ സിസ്റ്റം എന്നിവയാണ് ഈ സ്റ്റാളിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഇവ രണ്ടും അതിസാന്ദ്രത മത്സ്യകൃഷി രീതിയാണ്. പങ്കേഷ്യസ് കൃഷിയിൽ വളർത്തുന്നത് വിദേശ മത്സ്യമായ മലേഷ്യൻ വാളയാണ്. സ്ഥല സൗകര്യം ഇല്ലാത്തവർക്കായി മുറ്റത്ത് 50 സെന്റിമീറ്റർ ആഴത്തിൽ കുഴിയെടുത്ത കുളത്തിനു ചുറ്റും 100 സെന്റിമീറ്റർ ഉയരത്തിൽ ബണ്ട് നിർമ്മിച്ച പടുതാക്കുളം ഉണ്ടാക്കിയെടുക്കാം. ഇതിലാണ് മത്സ്യത്തിനെ വളർത്തേണ്ടത്. മറ്റൊരു കൃഷിരീതിയാണ് അക്വാപോണിക്സ് എന്ന റീസൈക്ലിംഗ് അക്വാകൾച്ചറൽ സിസ്റ്റം. ഇവിടെ മത്സ്യകൃഷി നടത്തുന്നയാൾക്ക് ഒരേ സമയം പച്ചക്കറി കൃഷിയും നടത്താം എന്നതാണ് ഗുണം. മത്സ്യങ്ങളെ വളർത്തുന്ന കുളത്തിലെ വെള്ളം തൊട്ടുതന്നെയുള്ള പച്ചക്കറി തോട്ടത്തിലെത്തിച്ച് അവിടെ നിന്നും ഫിൽട്ടർ ചെയ്ത് വീണ്ടും കുളത്തിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ രണ്ട് കൃഷിരീതികൾക്ക് പുറമെ നിരവധി മത്സ്യകൃഷി അറിവുകളും ഈ സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ട് കേരള സർക്കാർ നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള ചില പദ്ധതികളാണ് ജനകീയ മത്സ്യകൃഷി, അതുപോലെ തന്നെ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന എന്ന് പറയുന്നത്. അപ്പൊ ഈ ജനകീയ മത്സ്യകൃഷിയിലും അതുപോലെ തന്നെ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് RIS അഥവാ റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റം. ഇതിനകത്ത് ഇതൊരു ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ആണ്, നമ്മൾ സംയോജിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു കൃഷിയാണ്. ഇപ്പോൾ 2 വെജിറ്റബിളും അതോടൊപ്പം തന്നെ മത്സ്യവും ഉൽപ്പാദിപ്പിക്കാമെന്നാണ് ഈ പദ്ധതിയുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്, 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ്.